ഇത് നമ്മൾ ഫോർത്ത് സെം BBAയിൽ ഒരു സബ്ജക്റ്റായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, HR ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. BBA ഫോർത്ത് സെമസ്റ്ററിലാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. ബ്ലോക്ക് 1 2 യൂണിറ്റാണുള്ളത്. യൂണിറ്റ് 1 ട്രെയിനിങ്, യൂണിറ്റ് 2 കരിയർ പ്ലാനിങ്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ട്രെയിനിങ് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിനൊരു മീനിങ് കൊടുക്കാം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള മലയാളം നോട്ട്സ് കൂടി വെച്ചിട്ട് ഈ ക്ലാസ് കേൾക്കുക. Meaning and definition. Training is a planned process through which individuals learn specific or acquire the knowledge needed to perform their current job effectively. നമ്മൾ ഇപ്പോൾ നിലവിൽ ജോയിൻ ചെയ്തിട്ടുള്ള കമ്പനിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ജോലി ഭംഗിയായി എങ്ങനെ ചെയ്തു തീർക്കാം എന്നതിനെ കുറിച്ചുള്ള അറിവ് നൽകുന്ന, കഴിവ് നൽകുന്ന പരിപാടിയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതൊരു പ്ലാൻഡ് പ്രോസസ്സാണ്. നമുക്കറിയാം, നമ്മൾ എന്ത് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് വേണം. ഇല്ലാണ്ട് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കുറവുണ്ടാക്കുകയോ അതോടൊപ്പം നമുക്കത് വലിയ അപകടം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം. ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും നമുക്കുണ്ടാവും. കമ്പനികളിൽ ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ദാറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് അക്വയർ നോളേജ്. അത് നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള നോളേജ് ആക്കാൻ പറ്റും. നോളേജ് മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില മെഷീനറി ഉപയോഗിക്കാൻ നമുക്ക് അതിൻ്റെ തിയറി പഠിച്ചാൽ പോരാ, പ്രാക്ടിക്കൽ അറിയണം. അതാണ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് നെസസറി ടു പെർഫോം ദ കറണ്ട് ജോബ്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഗതി കറണ്ട് ജോബ് എന്നതാണ്. അതായത് ഇപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യാനുള്ള ജോലി. അപ്പോൾ ഒരാളെ നമ്മൾ ഒരു കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അപ്പോൾ നിലവിൽ അയാൾ ഏറ്റെടുത്തിട്ടുള്ള ജോലി ചെയ്യാൻ ആവശ്യമായ ട്രെയിനിങ്, അതായത് സ്കില്ലും നോളേജും എബിലിറ്റിയും എല്ലാം നൽകുന്ന പരിപാടിയാണ്. നമുക്ക് മീനിങ് ഇങ്ങനെ കൊടുക്കാം. Edwin B. Flipper definition: training is the act of increasing the knowledge and skill of an employee for doing particular job. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പർട്ടിക്കുലർ ജോബാണ് ട്രെയിനിങ്. ഇപ്പം നിലവിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള നമ്മുടെ മുന്നിലുള്ള ജോലിയെക്കുറിച്ച് പറഞ്ഞിടല്ല. അപ്പോൾ ട്രെയിനിങ് ഇസ് ദി ആക്ട് ഓഫ് ഇൻക്രീസിങ് നോളേജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഡെയിലി സ്പീച്ചിൻ്റെ ഡെഫിനിഷൻ കൂടെ ഉണ്ട്. The organized procedure by which people learn knowledge and skill for a definite purpose. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അറിവും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക, അതിനുള്ളൊരു ഓർഗനൈസ്ഡ് പ്രൊസീജിയർ ട്രെയിനിങ് എന്ന് പറയുന്നത്. രണ്ടാളുടെ ഡെഫിനിഷനാണ് നമുക്കിവിടെ കൂട്ടിയുള്ളത്. എഡ്വിൻ ബി ഫ്ലിപ്പോയും ഡെയ്ലസ് ബെച്ചിൻ്റെയും രണ്ട് ഡെഫിനിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ദ ടു മെയിൻ റോൾസ് ഇൻവോൾവ്ഡ് ഇൻ ട്രെയിനിങ് പ്രോസസ്. രണ്ട് റോളാണ് അപ്പോൾ ഈ ട്രെയിനിങ് പ്രോസസ്സിലുള്ളത്. ഒന്ന് ട്രെയിനറുടെ ഒരു റോളും ട്രെയിനിയുടെ റോളും. ട്രെയിനറുടെ റോൾ എന്ന് പറയുന്നത് ഹൂ പ്രൊവൈഡ്സ് എ ട്രെയിനിങ്. ആരാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അയാളാണ് ട്രെയിനർ. ട്രെയിനിങ് സ്വീകരിക്കുന്ന ആളാരാണോ അയാൾ ട്രെയിനിയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. ഇത് ഞാൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നോട്ട്സ് കൂടി വായിക്കണം അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ കമ്പനിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റാഫിനെ നിയോഗിച്ചു കഴിഞ്ഞാൽ
പിന്നീട് നമ്മൾ കൊടുക്കേണ്ട ഒരു പണിയാണ് ട്രെയിനിങ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണമാണ് നമുക്കുള്ളത്? പ്രിപ്പയറിംഗ് ന്യൂ എംപ്ലോയീസ്. പുതിയ ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ അയാൾ തികച്ചും അപരിചിതനാണ്. അയാൾക്ക് ധാരാളം സ്ട്രെസ് ഉണ്ടാകും, ജോലിയെ സംബന്ധിച്ചും അല്ലാത്തതിനെ സംബന്ധിച്ചെല്ലാം അദ്ദേഹത്തിന് ഒരു സ്ട്രെസ് ഉണ്ടാകും. ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ട്രെയിനിങ് ഉപയോഗിക്കാം. ട്രെയിനിങ് ഉപകാരപ്പെടും. എൻഹാൻസ് ദി കേപ്പബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഈ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയിൽ പുതിയതായി വരുന്ന ആളുകൾക്ക് മാത്രമല്ല. ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം ടെക്നോളജി മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ജോലി ചെയ്യാൻ അയാൾക്ക് പ്രാപ്തനാവണം. അയാളെ പ്രാപ്തനാക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ എൻഹാൻസ് കേപ്പബിലിറ്റീസ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. നിലവിലുള്ള തൊഴിലാളികൾക്കും അവരുടെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ, അവരുടെ കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ ട്രെയിനിങ് അത്യാവശ്യമാണ്. സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയൺമെന്റൽ ചേഞ്ചസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എൻവയൺമെൻറ്റ്, ഫിനാൻഷ്യൽ എൻവയൺമെൻറ്റ്, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന എൻവയൺമെൻറ്റിനൊപ്പം എത്തണമെങ്കിൽ നമ്മുടെ കമ്പനിയും ചേഞ്ചസിന് വിധേയമാവണം. കമ്പനി ചേഞ്ചസിന് വിധേയമാവണമെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കും മാറ്റം ഉണ്ടാവണം, ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുന്ന സാഹചര്യത്തിനനുസരിച്ച് തൊഴിലാളികൾക്ക് നമ്മൾ അതിനാവശ്യമായ ട്രെയിനിങ് കൊടുത്താലേ നമ്മുടെ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കൂടി പറയാം. ടു കോപ്പ് വിത്ത് ബിസിനസ് എൻവയൺമെന്റൽ ചേഞ്ച്. ബിസിനസ്സിലുള്ള എൻവയൺമെന്റൽ ചേഞ്ചിനെ അനുസരിച്ച് ഒത്തു നിൽക്കാൻ ട്രെയിനിങ് അത്യാവശ്യമാണ്. ദെൻ ഇംപ്രൂവിങ് പ്രോഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്. പ്രോഡക്ടിവിറ്റി എന്താണ്? ഒരു കമ്പനിയിലെ മാക്സിമം ഉൽപാദനക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന പ്രൊഡക്ഷനിൽ കൂടുതൽ മാത്രമല്ല, മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ പരിപൂർണതയെയും നമുക്ക് എന്തെന്ന് പറയാം? പ്രോഡക്ടിവിറ്റി എന്ന് പറയാം. പിന്നെ അവരുടെ പെർഫോമൻസ്. അപ്പോൾ ഒരു കമ്പനിയിലെ ഉൽപാദനക്ഷമതയും ആളുകളുടെ പെർഫോമൻസും മാക്സിമം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. അവിടെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. നല്ല ട്രെയിനിങ് കൊടുത്താൽ നല്ല ഉൽപാദനക്ഷമത ഉണ്ടാകും, അതോടൊപ്പം തന്നെ പെർഫോമൻസിൽ മാറ്റവും ഉണ്ടാകും, ഇംപ്രൂവ്മെൻറ്റും നമുക്ക് കാണാൻ സാധിക്കും. റെഡ്യൂസസ് എറേഴ്സ് ആൻഡ് ആക്സിഡൻസ്. ഇപ്പോൾ വലിയ ഈ മൈനിങ് ഫാക്ടറികളൊക്കെയാണ് വിചാരിക്കുക. അവിടെയൊക്കെ നമ്മൾ തൊഴിലാളികളെ എടുത്ത് ട്രെയിനിങ് ഒന്നും കൊടുക്കാണ്ട് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ അപകടം സംഭവിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IT മേഖലയൊക്കെയാണെന്ന് വിചാരിക്കുക, അവിടെ ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവച്ചാൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് അവിടെ സംഭവിക്കാം. ഇത് രണ്ടും ഒഴിവാക്കാൻ ട്രെയിനിങ് അത്യാവശ്യമാണ്. ഏത് മേഖലയിലേക്കാണോ നമ്മൾ സ്റ്റാഫിനെ എടുക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ആ സ്റ്റാഫിന് നൽകിയിരിക്കണം. ബൂസ്റ്റ് എംപ്ലോയീസ് മോട്ടിവേഷൻ. ഇതിനെല്ലാറ്റിനും പുറമെ അവിടെ ജോലി എടുക്കുന്ന ആളുകൾക്കൊരു ഉന്മേഷം കിട്ടാൻ, അവർക്കൊരു പ്രചോദനം കിട്ടാൻ ട്രെയിനിങ് അത്യാവശ്യമാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ജോലിയെ കുറിച്ച് മാത്രം പറഞ്ഞൊരു സംഗതി അല്ല. അവരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യാൻ ട്രെയിനിങ് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത്. കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. നല്ല ട്രെയിനിങ് കൊടുത്ത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ട രീതിയെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയം എന്ന് നമുക്ക് അറിയാം. ഈ പറഞ്ഞ 7 പോയിന്റാണ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പറയുന്നുണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് പോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് കൊടുക്കുന്ന, എന്നാൽ ട്രെയിനിങ്ങിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതിന് വേറൊരു അർത്ഥമാണുള്ളത്. നമ്മൾ ട്രെയിനിങ് മാത്രമായിരുന്നു തൊഴിലാളികൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ ട്രെയിനിങ് മാത്രം കൊടുത്താൽ പറ്റില്ല, ട്രെയിനിങ് ഡെവലപ്മെന്റ് കൂടി കൊടുക്കണം. ഇതും ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്.
അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് ദി ഓൺഗോയിങ് പ്രോസസ്. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ദാറ്റ് ഹെൽപ്സ് എംപ്ലോയി എൻഹാൻസ് ദെയർ സ്കിൽ ആൻഡ് നോളേജ്. സ്കില്ലും നോളേജും വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ്. കാരണം ട്രെയിനിങ്ങും ഇത് തന്നെയാണെന്ന് ഓർക്കണം. ഈവൻ ലേൺ ന്യൂ സ്കിൽസ് ടു ബി റെഡി ഫോർ എ ഫ്യൂച്ചർ കരിയർ ഗ്രോത്ത്. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ലൈറ്റ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന് നമ്മൾ ഈവൻ പാർട്ട് നോക്കൂ. ഈവൻ ലേൺ ന്യൂ സ്കിൽസ് ടു ബി റെഡി ഫോർ എ ഫ്യൂച്ചർ കരിയർ ഗ്രോത്ത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ജോബിനെ കുറിച്ചല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ വലിയ ജോലി ചെയ്യാൻ ആവശ്യമായ ഒരു സ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഹെൽപ്സ് ദ എംപ്ലോയി എൻഹാൻസ് ദർ സ്കിൽ ആൻഡ് നോളേജ്. സ്കില്ലും നോളേജും വർദ്ധിപ്പിക്കും. അത് നമ്മൾ മുമ്പ് പറഞ്ഞ ട്രെയിനിങ്ങിനെ പോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ. അതായത് ഫ്യൂച്ചറിലേക്ക് ആവശ്യമായ, അതായത് ഇന്ന് ജോലി ചെയ്യുന്ന ഒരു സൂപ്പർവൈസർക്ക് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊടുക്കുന്നത് നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം അയാളെ ഒരു ഡിപ്പാർട്ട്മെന്റൽ മാനേജറാക്കി മാറ്റാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുക. While training and development both seem similar in their scope and development, unlike training, which focus on the boosting skill required for the current job, is more about acquiring new skill adapting the changing business environment. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒരേപോലെ പലപ്പോഴും നമ്മൾ ഉണ്ടെങ്കിലും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമാണെന്ന് മനസ്സിലാക്കണം. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ജോലി ചെയ്യാനും, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന ജോലിയെ കുറിച്ചുള്ള അറിവ്. ഇന്നത്തെ നിലവിൽ മോഡേൺ കമ്പനികളൊക്കെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ കമ്പനിയിലുള്ള നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യണം, പുതിയ മേഖലയ്ക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയ സക്സസ്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലെ സൂപ്പർവൈസർമാരെ തന്നെ 5 വർഷത്തിന് ശേഷം നമ്മൾ അവരെ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ആക്കിയിട്ട് ഉയർത്തിയാൽ ആ കമ്പനിയുമായിട്ട് അത്രയും ഫെമിലിയർ ആയ, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒരേപോലെ നമ്മൾ ഇതൊരു പ്ലാൻഡ് സ്ട്രക്ചറൽ പ്രോസസ്സാണ്. എൻഹാൻസിങ് പെർസ്പെക്റ്റീവ്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഓഫ് മാനേജ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഡെവലപ്മെന്റിന്റെ മീനിങ് മനസ്സിലായി കാണും. ഇമ്പോർട്ടൻസ് അലൈനിങ് എംപ്ലോയി വിത്ത് ഓർഗനൈസേഷണൽ ഗോൾസ്. നിലവിലുള്ള എംപ്ലോയിനെ സ്ഥാപനത്തിന്റെ എപ്പോഴും വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അതുമായിട്ട് അലൈൻ ചെയ്യാൻ, യോജിപ്പിക്കാൻ നമുക്ക് സാധിക്കും. Activity and the quality of എംപ്ലോയി കൊടുത്ത എംപ്ലോയി സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. എൻകറേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആ സ്ഥാപനത്തിന്റെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. എൻഹാൻസ് സെൽഫ് അവയർനെസ്. അവർക്ക് തന്നെ സ്വയം അവർ ചെയ്യേണ്ട ജോലിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡെവലപ്മെന്റിലൂടെ. Then build the future ready employees. അത് ഭാവിയിൽ തൊഴിലാളികളെ നമുക്ക് ഇപ്പൊ തന്നെ എന്താണ് അവൈലബിൾ ആണ്. തൊഴിലാളികളെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഉള്ള ആളുകളെ തന്നെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അവര് ചെയ്യാൻ അവർക്ക് സാധിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന ജോലി ചെയ്യാൻ അവർക്ക് സാധിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും ഒരു കമ്പനി ബോത്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപനത്തിന്റെ വിജയത്തിന് ഡെവലപ്മെന്റ് കൂടി വേണം. അപ്പോൾ ട്രെയിനിങ്ങിന്റെ അതേ പ്രാധാന്യം ഡെവലപ്മെന്റിനും കൊടുക്കുകയും വേണം എന്നാണ് ഈ ഒരു ടോപ്പിക് സൂചിപ്പിക്കുന്നത്. എക്സാമിന് പൊതുവെ ചോദിക്കാനുള്ളത് ഡിഫറൻസ് ആണ്. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നാണ്. അതിനെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഇതേപോലെ കോളം വൈസ് ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്.
നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ ഉപകാരപ്പെടും. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാം. ഡിഫറൻസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ബേസിസ് പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? ഹെൽപ്സ് എംപ്ലോയീസ് ടു റിഫൈൻ ദർ സ്കിൽ ടു കറന്റ് റോൾ. ഇപ്പോൾ ഉള്ള ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള റോൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ അറിവ് കൊടുക്കുക. ഡെവലപ്മെന്റ് കേസിൽ വരികയാണെങ്കിൽ പർപ്പസ് എന്താണ്? നർച്ചർ, തൊഴിലാളികളെ വളർത്തിക്കൊണ്ടുവരാം. നർച്ചർ എന്ന് പറഞ്ഞാൽ അവരെ വളർത്തിക്കൊണ്ടുവരലാണ്. എംപ്ലോയി ഫോർ ടുഡേ ആൻഡ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. ശ്രദ്ധിക്കണം, ഇപ്പോഴുള്ള ജോലിയോടൊപ്പം തന്നെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാൻ പറ്റും ഒരു സ്റ്റാഫിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ സ്കോപ്പിലേക്ക് വരുമ്പോൾ നാരോ സ്കോപ്പാണ് ട്രെയിനിങ് ഉള്ളത്. അത് ഇപ്പോഴുള്ള ജോലിയെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കൽ മാത്രമാണ്. ഡെവലപ്മെന്റ് ആണെങ്കിൽ അങ്ങനെ അല്ല. ഡെവലപ്മെന്റ് തൊഴിലാളികൾ ജോലി പറഞ്ഞ് പഠിപ്പിച്ചെടുക്കുക, ഒരു മൂലയിൽ ഇരുത്തിയിട്ട് ജോലി പഠിപ്പിച്ചെടുക്കലല്ല. അവരെ ട്രെയിനിങ് സെഷൻ ആയിട്ട് ചിലപ്പോൾ ദിവസങ്ങളോ നീളുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവരെ പുറത്തേക്കോ ദൂരേക്കോ ഒക്കെ കൊണ്ടുപോയി യാത്ര ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ മെത്തേഡാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡ്യൂറേഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഷോർട്ട് ടൈം ആണ് ഏതിന്? ട്രെയിനിങ്ങിന്. എന്നാൽ മറ്റേ ലോങ് ടൈം ആണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ പുറത്തൊക്കെ വെച്ചിട്ടായിരിക്കും നടത്തുക, ചിലപ്പോൾ വേറെ രാജ്യത്ത് വെച്ചിട്ടായിരിക്കും നടത്തുക. എനിക്ക് ധാരാളം സമയം വേണം. ഫോക്കസ് സ്പെസിഫിക് ടാസ്ക് ആണ്. ആണ് അയാൾ ഭാവിയിലേക്ക് നമുക്കൊരു മാനേജർ ഡിസൈൻ ചെയ്യാൻ പറ്റും. മാനേജേഴ്സ് ആസ് വെൽ ആസ് മാനേജേഴ്സ്. പേഴ്സണലിൽ മാത്രമാണ് വലിയ വലിയ ക്ലാസ് എടുക്കുന്നത്. മാനേജറിൽ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു യൂണിറ്റിലെ. ഇനി നമുക്ക് കറന്റ് ട്രെൻഡ്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇപ്പോഴത്തെ ഒരു കാലത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറന്റ് ട്രെൻഡ്സ്. നമുക്കറിയാം, ബിസിനസ് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ടെക്നോളജി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ബിസിനസിനെ മാനേജ് ചെയ്യേണ്ട കാര്യത്തിലും എന്ത് വേണം? പുതിയ ടെക്നോളജി ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. കറന്റ് ട്രെൻഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റെഫേഴ്സ് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് പെർഫോം ടാസ്ക് റിക്വയറിംഗ് ഹ്യൂമൻ ഇന്റലിജൻസ്. തൊഴിലാളികളെ മാനേജ് ചെയ്യാൻ വളരെ പണ്ടേ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള തൊഴിലാളികളുടെ കൺട്രോളിങ്, അതേപോലെ തന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം അവൈലബിൾ ആണ്. കമ്പനീസ് ലൈക്ക് IBM and Accenture AI-driven learning platform for a recommended course based on employee role. നിങ്ങൾക്ക് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും അവരുടെ മോട്ടിവേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതിന് കമ്പനി തന്നെ പലപ്പോഴും അങ്ങനെ അറേഞ്ച് ചെയ്ത സംവിധാനങ്ങൾ ഉണ്ട് എന്നതാണ്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് എഫിഷ്യൻസി ആൻഡ് ആക്യുറസി. വളരെ കൃത്യമായ ട്രെയിനിങ് പ്രോഗ്രാം കിട്ടും. പ്രൊവൈഡ് ലേണിംഗ് ഇൻസൈറ്റ്സ്, റെഡ്യൂസസ് ദ ട്രെയിനിങ് കോസ്റ്റ് ആൻഡ് ഹ്യൂമൻ ഇന്റർവെൻഷൻസ്. ആളെ സേവനം നമുക്ക് ആവശ്യമില്ല. എൻഗേജ്മെന്റ് ത്രൂ അഡാപ്റ്റീവ് കണ്ടന്റ്. തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യം പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കാണെങ്കിൽ പോലും നമുക്ക് മറ്റൊരാളുടെ സഹായം ടീച്ചറുടെ സഹായം കൂടാതെ നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ സംശയം ചോദിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ കമ്പനികളിലും ഉപയോഗിക്കാൻ ടെക്നോളജിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു ട്രെൻഡ്, പുതിയ ട്രെൻഡ് ട്രെയിനിങ്ങിൽ വന്നിട്ടുള്ളത് പേഴ്സണലൈസ്ഡ്. തൊഴിലാളികളുടെ ഗ്രൂപ്പായി ഇരുത്തിയിട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അത് വാല്യുബിൾ ആയിരിക്കും, എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് നമുക്ക് അറിയാം. വിചാരിച്ച രൂപത്തിൽ അത് എഫക്റ്റീവ് ആവാറില്ല. അതുകൊണ്ട് പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഓരോ തൊഴിലാളിയെയും പ്രത്യേകം നോട്ട് ചെയ്ത് അവരുടെ മനസ്സിലാക്കി അവർക്ക്
ഇൻഡിവിജ്വലായിട്ട് ട്രെയിനിങ് കൊടുക്കുക. ആ രീതിയാണ് പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്. ഇൻഡിവിജ്വൽ ലേണിംഗ് കിട്ടും, എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. തൊഴിലാളികൾക്ക് വളരെ ഫലപ്രദമാണ്. കരിയർ ഡെവലപ്മെന്റിനും അവരുടെ വളർച്ച കാരണമാകും. വ്യക്തികളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് വിലയിരുത്തുമ്പോൾ. അടുത്ത ഒരു റീസെന്റ് ട്രെൻഡ് ഗെയിമിഫിക്കേഷനാണ്. ഉള്ള ക്ലാസ്സുകളും ട്രെയിനിങ് സെഷനുകളും എല്ലാം ഇപ്പോൾ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയും അവരെ ഉത്സാഹഭരിതരാക്കുന്ന കുറേ ട്രെയിനിങ് സെഷനുകളൊക്കെ ഉൾപ്പെടുന്ന ഗെയിം പ്രോഗ്രാമാണ് ഇപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സെഷനിൽ കാണാൻ പറ്റുന്നത്. അതിനാണ് അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഗിസും അച്ചീവ്മെന്റ് ബാഡ്ജസും റാങ്കിങ്ങും ഇതെല്ലാം കൊടുത്തിട്ട് അവരെ കൊണ്ടൊരു ഗെയിം കളിപ്പിക്കുന്ന പോലെ എൻഗേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ. തൊഴിലാളികൾക്ക് വളരെ ഉത്സാഹഭരിതമായിരിക്കും, കണ്ടിന്യൂസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. എല്ലാവരും വെച്ചിട്ട് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുകയാണ്, കുറേ നേരം അവരെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ കേൾക്കും, കുറേ ആളുകൾ അവരവരുടേതായ ചിന്തകളുമായിട്ടിരിക്കും. ഇവിടെ അങ്ങനെ ഗെയിമിഫിക്കേഷൻ ആകുമ്പോൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഫൺ ആൻഡ് കോമ്പറ്റീഷനിലൂടെ പറ്റും, നോളേജും റീടെൻഷനും ഉണ്ടാവും. മൊബൈൽ ലേണിംഗ് ആപ്സ് ഒരു പുതിയ ട്രെൻഡാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോലും ഇപ്പോൾ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം. മൊബൈൽ ഫോണിൽ ധാരാളം ആപ്പുകൾ ട്രെയിനിങ്ങിനായിട്ട് ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ് നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്ന യൂട്യൂബ് പോലെയുള്ള സാധനങ്ങൾ. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ടായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം നൽകാൻ പറ്റും. ഓൺ പ്ലേസ് അവരവരുടെ സ്ഥലത്ത് നിന്ന് തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. ദെൻ സപ്പോർട്ട് റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് എൻവയൺമെന്റ്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ടൈം സേവിംഗ് ആണ്, എൻകറേജ് കണ്ടിന്യൂസ് ലേണിംഗ് കൾച്ചർ. നമുക്ക് ഗൂഗിൾ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പലപ്പോഴും പല വൈകുന്നേരം സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അരമണിക്കൂറൊക്കെ നീളുന്ന, 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ സെഷൻസ് ഒക്കെ വെക്കാറുണ്ട്. ഇതെല്ലാം മൊബൈൽ ലേണിംഗ് ആപ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള സെഷനാണ്. മൈക്രോ ലേണിംഗ് ഈസ് ലേണിംഗ് അപ്രോച്ച് ദാറ്റ് ഡെലിവർ കണ്ടന്റ് ഇൻ സ്മോൾ ഫോക്കസ്ഡ് ലേണിംഗ് യൂണിറ്റ്സ്, യൂഷ്വലി 3 to 10 minutes. മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ തൊഴിലാളികളെ വലിയ ക്ലാസ്സൊക്കെ കൊടുത്ത് ബോറടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ വലിയ ക്ലാസ്സിനെ ചെറിയ ചെറിയ കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഇപ്പം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതാണല്ലോ അല്ലേ, ഷോർട്ട് വീഡിയോസ് ആണ് എല്ലാവരും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ട് പോകും. അതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തീരും സംഗതി. വളരെ സ്പീഡായിരിക്കും ചില കാര്യങ്ങളൊക്കെ. ചിലരുടെ ഒരു 30 സെക്കൻഡ് കൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ കണ്ട് പറഞ്ഞു തീർക്കുക. കുറേ കാര്യങ്ങൾ നമുക്കത് ഗ്രഹിക്കാനും പറ്റും. അങ്ങനെയുള്ള ചെറിയ വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിലും നമുക്കിത് ഉപയോഗിക്കാം. ഇതേപോലെയുള്ള ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വീഡിയോ ആയിട്ട് അതിനെ മൈക്രോ ലേണിംഗ് എന്ന് പറയും. അറ്റൻഷൻ ആൻഡ് റിട്ടൻഷൻ, ഇത് കോഗ്നിറ്റീവ് ഓവർലോഡ് ഐഡിയ ഫോർ ജസ്റ്റ് ടൈം ലേണിംഗ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് ഒരു കാര്യം നോക്കി മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് മൊബൈൽ ലേണിംഗ്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് പറയാം. മൈക്രോ ലേണിംഗ് modern training and practices are increasingly technology driven ആണ് ആധുനിക ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത്. പഴയ പോലെയല്ല, ഫ്ലെക്സിബിൾ ആണ്, ലേണർ സെന്റേർഡ് ആണ്. ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ നമ്മൾ ഉപയോഗിക്കണം. എല്ലാ കമ്പനിയിലും ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റ് വേണം. അതിന് വേണ്ടിയിട്ട് റീസെന്റ് ട്രെൻഡ് ആയിട്ടുള്ള ഈ വക കാര്യങ്ങളും കൂടെ എന്നാണ് ഈ യൂണിറ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് മതി. അതുപോലെ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ്, മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. താങ്ക് യു.